ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആത്മോപദേശ ശതകത്തിലെ 21-ാമത്തെ ശ്ലോകത്തിലും പ്രിയത്തെക്കുറിച്ചാണ് ഗുരു പറഞ്ഞത്. 22-ാമത്തെ ശ്ലോകത്തിലും ഈ പ്രിയത്തെക്കുറിച്ച് തന്നെ ഗുരു കുറച്ചും കൂടി വിശദീകരിച്ച് പറയുകയാണ്. പ്രിയം അപരൻ്റെ അതെൻ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം ഇപ്രകാരമാകും. നയമതിനാലെ നരന് നന്മ നൽകും, ക്രിയ അപരപ്രിയ ഹേതുവായി വരെയാണ്. പ്രിയം അപരൻ്റെ അതെൻ പ്രിയം. അപ്പോൾ മറ്റൊരുത്തൻ്റെ പ്രിയം ഏതാണോ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ പ്രിയം എനിക്കും പ്രിയപ്പെട്ടതായി തീരണം. പക്ഷെ ഇതിന് ഒരു നയവും ഉണ്ടാകണം. ഇതേത് രീതിയിൽ നമുക്ക് അതിനെ ശരിയായ രീതിയിൽ മാറ്റിയെടുക്കുവാൻ സാധിക്കും? പലപ്പോഴും നമ്മുടെ ഈ വ്യവഹാരത്തിൽ, നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള ജീവിതത്തിൽ ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നവും അത് തന്നെയാണ്. നമുക്ക് എങ്ങനെ രണ്ട് വ്യക്തികളായാലും ഒരു കുടുംബത്തിലെ മറ്റ് വ്യക്തികളും ഒക്കെ ആണെങ്കിലും മാതാപിതാക്കളും മക്കളും ബന്ധുക്കളും അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളും അങ്ങനെ വിപുലമായ രീതിയിൽ നമ്മൾ കാണുമ്പോഴും ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഫിലോസഫിയാണ്, തത്വശാസ്ത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ പലപ്പോഴും മാറ്റി നിർത്താറുണ്ട്. പക്ഷെ ഭൗതിക ശാസ്ത്രം പോലും ശ്രമിക്കുന്നത് എന്താണ്? ഇവിടെ ഒരു സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും പുലരണം. അതിനു വേണ്ടിയിട്ടുള്ള കഠിനമായിട്ടുള്ള പരിശ്രമം നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ സയൻസൊക്കെ ഇത്രമാത്രം ഡെവലപ്പ് ചെയ്തതും ഇനിയും ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ അതിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് മനുഷ്യനാണ്. മനുഷ്യന് സുഖമായിട്ടിരിക്കണം, അവന് എല്ലാവിധമായിട്ടുള്ള സൗകര്യങ്ങളും ഒക്കെ വേണം. പക്ഷേ എനിക്ക് മാത്രമേ പറ്റൂ, മതി. ആ എനിക്ക് മാത്രം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. എനിക്കും മറ്റുള്ളവർക്കും എല്ലാം ഒരുപോലെ ആയിരിക്കണമെന്ന് നമ്മൾ ഉപരിപ്ലവമായിട്ട് സംസാരിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഭൗതികവാദികൾ എപ്പോഴും സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് അതെങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായ ഒരു വ്യക്തതയില്ല. അധികാരം കൊണ്ട് ഇത് വരുത്തുവാനായിട്ട് ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ പല പല രാജ്യങ്ങളും അതിന് ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട്. സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും പുലരണമെന്ന് പറയുമ്പോൾ സമത്വത്തിന് വേണ്ടി അവർ പണം, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വളരെ ശക്തമായിട്ടുള്ള നിയമം ഉപയോഗിച്ച് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യം അവിടെ കാണുന്നില്ല. എവിടെയാണോ ബലം പ്രയോഗിക്കുന്നത് അവിടെ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നില്ല, അവിടെ സാഹോദര്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇവിടെയാണ് ഗുരുവിനെ പോലെയുള്ള മഹർഷിമാരുടെ ഉൾക്കാഴ്ച. അവരത് വളരെ സയൻറ്റിഫിക്കായിട്ട് അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ട് അതിനെ നമ്മൾക്ക് കാട്ടിത്തരുന്നത്. ഇപ്പോൾ പ്രിയമെന്നുള്ള ആ ഒരു വിഷയത്തിൽ തന്നെ എടുത്തുകൊണ്ടാണ് ഗുരു അതിനെ വിശദീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മഹർഷിമാരെ സംബന്ധിച്ചിടത്തോളം ഭൗതികതയും ആത്മീയതയും രണ്ടും രണ്ടല്ല, അത് ഒന്നിച്ചു പോകുന്ന ഒന്നാണ്. പക്ഷെ ഇത് എവിടെയോ ഇത് രണ്ടും വ്യക്തമായി തിരിച്ചറിയാൻ പറ്റാത്ത ആളുകൾ, ആധ്യാത്മികവാദികളായാലും ഭൗതികവാദികളായാലും അവരെന്ത് ചെയ്തു? ഒന്ന് മാത്രമാണ് ശരി. കാരണം അതിലും അവർക്ക് ഉറപ്പില്ല, വ്യക്തതയില്ല. അങ്ങനെയാണ് ഒന്നിനെ നിഷേധിച്ചത്. ആത്മീയവാദികൾ ഭൗതികതയെ പരിപൂർണമായി നിഷേധിക്കുമ്പോൾ അത് നിലനിന്ന് കാണുന്നതും ഈ ഭൗതികതയിലാണ്. ഭൗതികവാദികൾ ആത്മീയത വേണ്ട എന്ന് പറയുമ്പോഴും അതും ഇതിൽ തന്നെയാണ്. അപ്പോൾ രണ്ടും ഒരു സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ കാഴ്ചപ്പാടാണ് മാറി വരേണ്ടത്. അതെങ്ങനെ മാറണമെന്നാണ്, മാറ്റണമെന്നാണ് ഗുരു ഈ ശ്ലോകത്തിലൂടെ വളരെ വ്യക്തമാക്കി തരുന്നത്.
അപ്പോൾ ആ രീതിയിൽ നമ്മൾ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ വ്യക്തിജീവിതവും കുടുംബജീവിതവും അതുപോലെ തന്നെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ആ ബന്ധങ്ങളും അതൊക്കെ മാറും. കാരണം ആ ഒരു ഏക തലത്തിലേക്ക് സമത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഒക്കെ ആ ഒരു പ്രത്യാശ അപ്പോഴാണ് നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ആ തലത്തിലേക്ക് നമുക്ക് വരുന്നതിന് ഗുരു പറയുന്നത് സ്വകീയപ്രിയം അപരപ്രിയം ഇപ്രകാരം ആകും നയം. അതിനാലെ അപ്പോൾ ഇതിനൊരു നയം, നരന് നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരയണം. അപ്പം നരന് നന്മ നൽകുന്നതിന് ശരിക്കും അറിവാണ് ഇതിൻ്റെ അടിത്തറയായിട്ട് നിൽക്കേണ്ടത്. അതാണ് നയം. അപ്പം നയം അറിയും നരൻ ആചരിച്ചിടണം എന്നൊക്കെ ഗുരു പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയും ഈ നയം എന്ന് പറയുന്നത് അറിവിൻ്റെ നയമാണ്. അങ്ങനെ വരുമ്പോഴാണ് സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും പുലരുകയുള്ളൂ. അപ്പോൾ ഈ ആധ്യാത്മികമായിട്ടുള്ള ശാസ്ത്രം എപ്പോഴും മനുഷ്യൻ്റെ നന്മയെ കരുതിയാണ്, അവൻ്റെ ഭൗതികമായും ആത്മീയമായിട്ടുള്ള നന്മയെ കരുതി ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ കൃത്യത അറിയാത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ ചെറിയ ചില വിഷയങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ പൊട്ടിത്തെറിച്ച് അതിനെ കലുഷമാക്കുന്നത്. അത് വരാതിരിക്കാൻ ഏവരും അറിവുള്ളവരായിട്ടിരിക്കുക. ഏവർക്കും നമസ്കാരം.